Hare Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare Krishna. Hare Krishna. Hare Krishna. Hare Krishna. Hare Krishna. Hare Krishna. Krishna Mataji എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗൗരവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ കൃഷ്ണ. നിഗമകൽപതരോർഗളിതം ഫലം ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ ടെമ്പിൾ ഇസ്കോൺ ബാംഗ്ലൂരിന്റെ ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. ഹരേ കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നാരദന്റെ ശ്രീമദ് ഭാഗവത നിർദ്ദേശങ്ങൾ എന്നുള്ള അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് കടക്കാണ് നമ്മൾ അല്ലെ. ഹരേ കൃഷ്ണ. അപ്പൊ 36ാമത്തെ ശ്ലോകം ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ ഇന്നലെ. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്നും ഇന്നലെ ശ്ലോകം മാത്രമേ വായിച്ചുള്ളൂ. അതെ, ഇന്നലെ എന്താ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്? ഇന്നലത്തെ ശ്ലോകത്തിൽ ഭഗവാനെ സ്മരിച്ച് കൊണ്ട് കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മബന്ധത്തിൽ 34ാമത്തെ ശ്ലോകത്തില് കർമ്മബന്ധത്തിന് സ്മരിക്കുന്നു കാരണമാകുമെന്ന് പറഞ്ഞു. നാലാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കർമ്മബന്ധനത്തിൽ നിന്ന് ലക്ഷ്യത്തിന്റെ ഹന്താവായിട്ട് മാറുന്നു അല്ലെ. കർമ്മബന്ധനത്തിൽ നമുക്ക് മുക്തനാകാൻ സാധിക്കും എന്നുള്ളത് 34 കണ്ടു. 35 നമ്മൾ എന്ത് പറഞ്ഞു? ഭഗവത് സംതൃപ്തിക്കായി ഈ ജീവിതത്തിൽ നിർവഹിക്കപ്പെടുന്ന ഏതൊരു കർമ്മവും ഭക്തിയോഗം അഥവാ അതീന്ദ്രിയ ഭഗവത് പ്രേമയുഗ സേവനമാണെന്ന് പറഞ്ഞു. അതായത് ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാതും എന്തിൽ വരുന്നതാണ്? കർമ്മങ്ങളിൽ ഭക്തിയുത സേവനത്തില് വരുന്നതാണ്. അപ്പൊ അത് എന്തിനു വഴിയൊരുക്കും? നമ്മളെ അതീന്ദ്രിയ ഭക്തിയുത സേവന ഭഗവത് പ്രേമത്തിനും വഴിയൊരുക്കും. അതിന് കാരണം എന്താണാകുന്നത്? ജ്ഞാനം അല്ലെ. ജ്ഞാനം നേടുമ്പോഴാണ് എന്ത് ചെയ്യാൻ മനസ്സിലാവുന്നത്? ഭഗവാന് സേവനം ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയുന്നത്. അതായത് നമ്മുടെ പരമമായ ധർമ്മം ഭഗവത് സേവനമാണ് നമുക്ക് എപ്പോഴാണ് മനസ്സിലാകുന്നത്? നമ്മള് ജ്ഞാനം നേടുമ്പോ, ഭഗവാനെ കുറിച്ച് ജ്ഞാനം നേടുമ്പോ. കാരണം അജ്ഞാനം കാരണം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പോ ഒന്നും ചെയ്യാതിരിക്കുന്നത്. നമുക്കത് മനസ്സിലാകാണ് നമ്മളെ ഭഗവാനാണ് നമ്മുടെ മൂലസ്വരൂപം. നമുക്ക് നമ്മുടെ ലക്ഷ്യം ഭഗവത് സേവനമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ പരമമായ ഭഗവാന്റെ ധാമത്തിലേക്ക് പോകണം നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? നമ്മളത് ചെയ്യില്ല. അപ്പൊ അജ്ഞാനം കൊണ്ടാണ് നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നത്. അതിന് മൂല കാരണം
ഭക്തിയോഗം കർമ്മയോഗത്തിനും ജ്ഞാനയോഗത്തിനും മുകളിലാണ് ഭക്തിയോഗം. ഭക്തിയോഗം എന്നും നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? കർമ്മം ചെയ്യണം, അത് ഭഗവാന് വേണ്ടി ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭഗവാനോടൊപ്പം വസിക്കാനും നമുക്ക് നമ്മുടെ അഭിലാഷങ്ങളൊക്കെ നടക്കാനും സാധിക്കും. ഭഗവാന്റെ നാമം ജപിക്കുന്നതും ശ്രവണം രണ്ടും ആത്മീയ പ്രബുദ്ധമാക്കി തീർക്കുന്നുണ്ട്. ചെയ്യുന്നവരെ ആത്മീയ പ്രബുദ്ധനായി തീരുന്നുണ്ട്. ശ്രവണവും ജപവും ആവശ്യമാണെന്നുള്ളതാണ് എനിക്ക് പറയാം. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ശ്ലോകം നമ്പർ 36. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കുർവാണായത്ര കർമാണി ഭഗവച്ഛിക്ഷയാ സകൃ ഗൃണന്തി ഗുണനാമാനി കൃഷ്ണാസ്യാനുസ്മരന്തി ച. കുർവാണായത്ര കർമാണി ഭഗവച്ഛിക്ഷയ സകൃ ഗൃണന്തി ഗുണനാമാനി കൃഷ്ണാസ്യാനുസ്മരന്തി ച. ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. മീനിങ് വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. മറ്റൊന്നല്ല വായിച്ചതാണല്ലോ നമ്മള്. വിവർത്തനം. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആജ്ഞാനുസരണം കർത്തവ്യം നിർവഹിക്കുന്ന വേളയിൽ ഒരാൾ സദാ ഭഗവാനെയും ഭഗവത് നാമങ്ങളെയും ഭഗവത് ഗുണങ്ങളെയും സ്മരിക്കുന്നു. അപ്പൊ ഭഗവാന്റെ ആജ്ഞയ്ക്കനുസരിച്ച് കർത്തവ്യം നിർവഹിക്കുന്ന സമയത്ത് ഒരാൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഭഗവാന്റെ നാമത്തിനെ, ഭഗവാന്റെ ഗുണങ്ങളെ സ്മരിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയുള്ളവര്? ഭഗവാന്റെ ആജ്ഞയ്ക്കനുസരിച്ച് കർത്തവ്യം നിർവഹിക്കുന്നവര് ആ സമയത്ത് ഭഗവാനെയും ഭഗവാന്റെ നാമങ്ങളെയും ഗുണങ്ങളെയും സ്മരിക്കുന്നു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഒരു വിദഗ്ധ ഭക്തൻ സർവവിധ കർത്തവ്യങ്ങളും ഈ ജന്മത്തിനായി അല്ലെങ്കിൽ അടുത്ത ജന്മത്തിനായി നിർവഹിക്കുന്ന വേളയിൽ സദാ ഭഗവാന്റെ നാമരൂപ ഗുണ കീർത്തനങ്ങളെ സ്മരിക്കാൻ കഴിയുന്ന വിധത്തിൽ അവന്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നു. ഭഗവത് ആജ്ഞകളെ ഭഗവത്ഗീതയിൽ സുവ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നു. ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും ഭഗവാന് വേണ്ടി മാത്രം പ്രവർത്തിക്കുക. ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഭഗവാൻ ഉടമസ്ഥനായി വർത്തിക്കണം. വേദാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ഇന്ദ്രൻ, ബ്രഹ്മാവ്, സരസ്വതി, ഗണേശൻ തുടങ്ങിയ ചില ദേവന്മാരുടെ ആരാധനയിൽ പോലും സർവ്വ സാഹചര്യങ്ങളിലും വിഷ്ണുവിന്റെ പ്രാതിനിധ്യം യജ്ഞേശ്വരൻ എന്ന നിലയിൽ യജ്ഞങ്ങളുടെ അധികാര ശക്തിയാകുന്നു. ഒരു പ്രത്യേക ലക്ഷ്യത്തിനായി ഒരു നിശ്ചിത ദേവനെ ഉപാസിക്കണമെന്ന് അനുശാസിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും കർമ്മം യഥോചിതമാണെങ്കിൽ വിഷ്ണുവിന്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഒരു വിദഗ്ധ ഭക്തൻ സർവ്വവിധ കർത്തവ്യങ്ങളും ഈ ജന്മത്തിനായി അല്ലെങ്കിൽ അടുത്ത ജന്മത്തിനായി നിർവഹിക്കുന്ന വേളയിൽ സദാ ഭഗവാന്റെ നാമരൂപ ഗുണ കീർത്തനങ്ങളെ സ്മരിക്കാൻ കഴിയുന്ന വിധത്തിൽ അവന്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നു. ഒരു വിദഗ്ധ ഭക്തൻ എന്താ ചെയ്യുന്നത്? അതായത് ഒരു വിദഗ്ധ ഭക്തൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭഗവാനെ കുറിച്ച് തത്വത്തിൽ മനസ്സിലാക്കിയ ഒരു ഭക്തനായിരിക്കും, ഒരു ഉത്തമ ഭക്തനായിരിക്കും. ആ ഭക്തൻ എന്താണ്? എല്ലാ കർത്തവ്യങ്ങളും ഈ ജന്മത്തിന് അല്ലെങ്കിൽ അടുത്ത ജന്മത്തിനായിട്ട് നിർവഹിക്കുന്ന വേളയില് എല്ലാ കർത്തവ്യങ്ങളും നിർവഹിക്കുക. ഒന്നില്ലെങ്കിൽ ഇപ്പോഴുള്ള നമ്മുടെ ജന്മം എന്താക്കാൻ പറ്റും? നല്ല രീതിയിൽ സഫലമാക്കി കൊണ്ടുപോകാൻ സാധിക്കും. അതല്ലെങ്കിൽ അടുത്ത ജന്മത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അങ്ങനത്തെ കർമ്മങ്ങൾ നിർവഹിക്കുന്ന വേളയില് ഭഗവാന്റെ നാമരൂപ ഗുണ കീർത്തനങ്ങള് ഭരിക്കാൻ കഴിയുന്ന വിധത്തിൽ എന്ത് ചെയ്യാണ് അവന്റെ ജീവിതം രൂപപ്പെടുത്തിയെടുക്കും. ഭഗവത് ആജ്ഞകളെ ഭഗവത്ഗീതയിൽ സുവ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നു. അപ്പൊ ഭഗവാന്റെ ആജ്ഞകൾ എന്തൊക്കെയാണെന്ന് ഭഗവത്ഗീതയിൽ സുവ്യക്തമായിട്ട് പ്രസ്താവിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? സതതം കീർത്തയന്തോ മാം, അല്ലെ? എപ്പോഴും ഭഗവാനെ സ്മരിക്കണം, ഭഗവാന് വേണ്ടിയിട്ടായിരിക്കണം എല്ലാ കർമ്മങ്ങളും ചെയ്യേണ്ടത്, ഭഗവാനെ പ്രണമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഭഗവത്ഗീതയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിന്റെ സർവ മേഖലകളിലും ഭഗവാന് വേണ്ടി മാത്രം പ്രവർത്തിക്കുക. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത്? ഭഗവാന് വേണ്ടി മാത്രമായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. എല്ലാ മണ്ഡലങ്ങളും ഭഗവാന്റെ ഉടമസ്ഥനായി വർത്തിക്കണം. അപ്പൊ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഭഗവാൻ ഉടമസ്ഥനായിട്ട് വർത്തിക്കണം. ഭഗവാനായിരിക്കണം എല്ലാത്തിന്റെയും ഉടമസ്ഥൻ. വേദാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ഇന്ദ്രൻ, ബ്രഹ്മാവ്, സരസ്വതി, ഗണേശൻ തുടങ്ങിയ ചില ദേവന്മാരുടെ ആരാധനയിൽ പോലും
സർവ്വ സാഹചര്യങ്ങളിലും വിഷ്ണുവിന്റെ പ്രാതിനിധ്യം യജ്ഞേശ്വരൻ എന്ന നിലയിൽ യജ്ഞങ്ങളുടെ അധികാര ശക്തിയാകുന്നു. അപ്പോ വേദാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ഇന്ദ്രന്, അതുപോലെ തന്നെ ബ്രഹ്മാവിന്, സരസ്വതി, ഗണപതി ഇവരെയൊക്കെ നമ്മൾ ആരാധിക്കുമ്പോൾ, വേദങ്ങളിൽ പറയുന്നത് അനുസരിച്ച് നമ്മൾ ആരാധിക്കുമ്പോഴും അവിടെ ആരുടെ സാന്നിധ്യം കൂടി ആവശ്യമാണ്? വിഷ്ണുവിന്റെ സാന്നിധ്യം, വിഷ്ണുവിന്റെ പ്രാതിനിധ്യം യജ്ഞേശ്വരൻ എന്ന നിലയിൽ യജ്ഞങ്ങളുടെ അധികാര ശക്തിയാകുന്നു. അപ്പൊ എല്ലാതും നമുക്ക് ആദ്യം ആർക്ക് സമർപ്പിക്കേണ്ടതാണ്? വിഷ്ണുവിന് സമർപ്പിച്ചിട്ട് വേണം ഇവർക്കായാലും ഇവരുടെ ആരാധനയിൽ പോലും ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളെ വേദശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്, ഇന്ദ്രനാണല്ലോ എല്ലാ യജ്ഞങ്ങളും സമർപ്പിച്ചിരുന്നത്. ആർക്കായിരുന്നു? ഇന്ദ്രനായിരുന്നു. അപ്പൊ അതിന്റെ ഓർമ്മയുണ്ടല്ലോ ഒരു കഥയിൽ ഇന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഭഗവാൻ പറയാണ്, ഗോവർദ്ധന കഥ, ഗോവർദ്ധനത്തിന്റെ കഥ. അതേപോലെ തന്നെ ബ്രഹ്മാവ്, ആദ്യത്തെ ശ്രേഷ്ഠാവാണ് ബ്രഹ്മാവ്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ബ്രഹ്മാവാണ് എല്ലാവരെ സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവാണ്. അപ്പൊ ബ്രഹ്മാവിനും ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ട്, സരസ്വതി ദേവി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗണപതി നമ്മള് വിഘ്നേശ്വരനായിട്ട് നമ്മൾ ആരാധിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അവിടെ ആരുടെയും കൂടി പ്രാതിനിധ്യം ആവശ്യമാണ്? ഭഗവാന്റെ, വിഷ്ണുവിന്റെ പ്രാതിനിധ്യം. ഇപ്പൊ നമുക്കറിയാം ഗണപതി ഹോമം നടത്തുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആദ്യം ഭഗവാനെ വണങ്ങിയിട്ടാണ് ഗണപതി ഹോമം സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ എല്ലാവരും എന്താണ് ചെയ്യുന്നത്? ഭഗവാന് സമർപ്പിച്ചതിന് ശേഷമാണ് എല്ലാതും ആരംഭിക്കുന്നത്. അപ്പൊ യജ്ഞേശ്വരൻ ആരാണ്? ശരിക്കും ഭഗവാൻ തന്നെയാണ്. എല്ലാ യജ്ഞങ്ങളുടെയും അധികാര ശക്തി ഭഗവാൻ തന്നെയാണ്. ഒരു പ്രത്യേക ലക്ഷ്യത്തിനായി ഒരു നിശ്ചിത ദേവനെ ഉപാസിക്കണമെന്ന് അനുശാസിച്ചിട്ടുണ്ട്. നമ്മളെ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രത്യേക ലക്ഷ്യത്തിനായിട്ട് ഒരു നിശ്ചിത ദേവനെ ഉപാസിക്കണമെന്ന് അനുശാസിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും കർമ്മം യഥോചിതമാണെങ്കിൽ വിഷ്ണുവിന്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ്. അപ്പൊ വേദങ്ങളില് ഒരു പ്രത്യേക ലക്ഷ്യം നേടാൻ വേണ്ടിട്ട് ഒരു നിശ്ചിത ദേവനെ ഉപാസിക്കണം എന്ന് ഇപ്പൊ ഭഗവത്ഗീതയിൽ പറയുന്നില്ലേ? ചിലത് സൂര്യദേവനെ ആരാധിക്കാനായിട്ട് എന്ത് കാര്യത്തിനോ സൂര്യദേവനെ ആരാധിക്കണം, അങ്ങനെ പറയുന്നുണ്ടല്ലോ. ഒരു ഭൗതികമായ സുഖലാഭങ്ങൾക്ക് ദേവിയെ ആരാധിക്കുന്നു, അങ്ങനെ ഓരോന്നും പറയുന്നു. പക്ഷെ എന്ത് ചെയ്താലും ആ കർമ്മം യഥോചിതമാകണമെങ്കിൽ എന്ത് വേണം? ഭഗവാന്റെ സാന്നിധ്യം അവിടെ അത്യന്താപേക്ഷിതമാണ്. പക്ഷെ നമ്മൾ കലിയുഗത്തിൽ നമുക്ക് ഇതിനെല്ലാത്തിനും കൂടിയിട്ട് ഓരോരോ ക്യാപ്സ്യൂളാണുള്ളത്, അല്ലെ? ഭഗവാന്റെ നാമജപം, ഭഗവാനെ ആരാധിക്കാന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മളിപ്പോ ഓരോരോ ലക്ഷ്യത്തിനായിട്ട് ഓരോ ദേവന്മാരെ ഒന്നും നമ്മൾ ആരാധിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താ ചെയ്യേണ്ട ആവശ്യമുള്ളൂ? ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാനെ ആരാധിക്കുക എന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ്? ഒരു പ്രത്യേക ലക്ഷ്യത്തിനായിട്ട് ഒരു നിശ്ചിത ദേവനെ ഉപാസിക്കണമെന്ന് അനുശാസിച്ചിട്ടുണ്ട്, വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ നമുക്ക് കലിയുഗത്തില് നമുക്ക് വേണ്ടിയിട്ട് ഇതൊന്നും ബാധകമല്ല. നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്ന കലിയുഗത്തില്? ഭഗവാന്റെ നാമം ജപിക്കാന്ന് മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. എങ്കിൽ തന്നെയും കർമ്മം, അപ്പൊ എന്ത് തന്നെയായാലും ഏതൊരു കർമ്മവും യഥോചിതം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ വിഷ്ണുവിന്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ്. അത്തരം വേദകർത്തവ്യങ്ങളുടെ അഭാവത്തിൽ നമ്മുടെ സാമാന്യ വ്യവഹാരങ്ങളിൽ പോലും, ദൃഷ്ടാന്തമായി വീട്ടുകാർ വ്യാപാര ഇടപാടുകൾ, തൊഴിൽ സംബന്ധ വ്യവഹാരങ്ങൾ, അതായത് അത്തരം വേദകർത്തവ്യങ്ങളുടെ അഭാവത്തിൽ നമ്മുടെ സാമാന്യ വ്യവഹാരങ്ങളിൽ പോലും സർവ പ്രവർത്തനങ്ങളുടെയും പരിണിത ഫലങ്ങളെ ആസ്വാദകനായ ശ്രീകൃഷ്ണ ഭഗവാന് സമർപ്പിക്കുന്നതായി നാം കരുതണം. അപ്പൊ അത്തരം വേദകർത്തവ്യങ്ങളുടെ അഭാവത്താൽ, ഇത്തരത്തിലുള്ള വേദകർത്തവ്യങ്ങളുടെ അഭാവത്തിൽ നമ്മുടെ സാമാന്യ വ്യവഹാരങ്ങളിൽ പോലെ, അതായത് നമ്മൾ ചെയ്യുന്ന, നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ടോ, വീട്ടുകാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ, വ്യാപാര കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടോ എന്തൊരു പ്രവൃത്തിയായാലും എന്ത് വേണം? പരമാസ്വാദകനായ ശ്രീകൃഷ്ണ ഭഗവാന് സമർപ്പിക്കുന്നതായിട്ട് നാം കരുതണം. അപ്പൊ നമ്മൾ എല്ലാതും ഭഗവാന് സമർപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. മനസ്സാല നമുക്ക് എന്ത് ചെയ്യാം? ഭഗവാന് സമർപ്പിക്കാം. നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും, നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന് സമർപ്പിച്ചുകൊണ്ട്, അത് നമുക്ക് എന്താ പറയാ, ഒന്നുകിൽ മനസ്സാ സമർപ്പിക്കാം, അതല്ലെങ്കിൽ ശരിക്കും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. സമർപ്പിക്കുന്നതായിട്ട് നാം കരുതണം. സർവ്വതിന്റെയും പരമാസ്വാദകനും സർവഗ്രഹങ്ങളുടെയും പരമ ഉടമസ്ഥനും സർവ്വ ജീവാത്മാക്കളുടെയും പരമമിത്രവും ഞാനാണ്. കാരണം ഭഗവാനാണ് എല്ലാത്തിന്റെയും ആസ്വാദകൻ, എല്ലാത്തിന്റെയും ഉടമസ്ഥൻ ഭഗവാനാണ്. എല്ലാ ജീവാത്മാക്കളുടെയും പരമമിത്രവും ആര് തന്നെയാണ്? ഭഗവാനാണെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ സ്വയം ശ്രീകൃഷ്ണൻ ഉദ്ഘോഷിച്ചു.
ഭഗവത് സൃഷ്ടിയിലെ സർവ്വതിന്റെയും ഉടമസ്ഥൻ താനാണെന്ന് ശ്രീകൃഷ്ണനല്ലാതെ മറ്റാർക്കും അവകാശപ്പെടാൻ സാധ്യമല്ല. അപ്പൊ ഭഗവത് സൃഷ്ടിയിലെ സർവ്വതിന്റെയും ഉടമസ്ഥൻ, അപ്പൊ എല്ലാത്തിന്റെയും സർവ്വചരാചരങ്ങളും ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള എല്ലാ ചരാചരങ്ങളുടെയും ഉടമസ്ഥൻ താനാണെന്ന് ഭഗവാൻ കൃഷ്ണനല്ലാതെ വേറെ ആർക്കും അതില് അവകാശപ്പെടാനായിട്ട് സാധിക്കില്ല. ഒരു ശുദ്ധഭക്തൻ ഇതിനെ സദാ സ്മരിക്കുന്നു. അപ്രകാരം പ്രവർത്തിക്കിയാൽ ഭക്തൻ ഭഗവാന്റെ അതീന്ദ്രിയ നാമം, യശസ്, ഭഗവത് ഗുണങ്ങൾ എന്നിവ ആവർത്തിക്കുന്നു. ഭക്തൻ സദാ ഭഗവാനുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നുവെന്ന് ഇത് അർത്ഥമാക്കുന്നു. ഭഗവത് നാമം, കീർത്തി തുടങ്ങിയവയുമായി ഭഗവാൻ അഭിന്നനാണ്. ആകയാൽ ഭഗവത് നാമ, രൂപ, ഖ്യാതി തുടങ്ങിയവയുമായി നിരന്തര സമ്പർക്കത്തിൽ ഏർപ്പെടുകയെന്നാൽ യഥാർത്ഥത്തിൽ ഭഗവാനുമായി സമ്പർക്കത്തിലാകുക എന്നാണ് അർത്ഥം. ഇപ്പൊ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ഭഗവാനാണ് പരമ ഉടമസ്ഥൻ, എല്ലാ ജീവാത്മാക്കളുടെയും പരമമിത്രവും ഭഗവാനാണ്. പിന്നെന്താ പറഞ്ഞത്? എല്ലാത്തിന്റെ ആസ്വാദകനും ഭഗവാനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഭഗവത് സൃഷ്ടിയുടെ അല്ലാതും ആരുടെ സൃഷ്ടിയാണ്? ഭഗവാന്റെ സൃഷ്ടിയാണ്. ഇത് ഭഗവാൻ കൃഷ്ണനല്ലാതെ വേറെ ആർക്കും അതിൽ അവകാശപ്പെടാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇത് ആര് സ്മരിക്കും? എപ്പോഴും ഒരു ശുദ്ധ ഭക്തൻ ഇത് എപ്പോഴും സ്മരിക്കും. അതുകൊണ്ട് തന്നെ അപ്രകാരം പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഭക്തൻ ഭഗവാന്റെ അതീന്ദ്രിയ നാമം, യശസ്, ഗുണങ്ങൾ എന്നിവ ആവർത്തിക്കുന്നു. അപ്പൊ അങ്ങനെ പ്രവർത്തിച്ചു വരുമ്പോ ആ ഭക്തനും എന്ത് കിട്ടാണ്? ഭഗവാന്റെ ഗുണങ്ങള്, യശസ്, നാമം ഇതൊക്കെ അവർക്കും ലഭിക്കാണ്. ഒരു ഭക്തൻ, ഒരു ശുദ്ധ ഭക്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും ആർക്കുണ്ടാകും? അശുദ്ധ ഭക്തനും ഉണ്ടാകും. ഭക്തൻ സദാ ഭഗവാനുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നു എന്ന് ഇത് അർത്ഥമാക്കുന്നു. അപ്പൊ ഒരു ഭക്തൻ എപ്പോഴും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം ആ ഭക്തന്റെ മനസ്സിൽ ഒരിക്കലും ആരില്ലാതാകുന്നില്ല? ഭഗവാൻ ഇല്ലാതാകുന്നില്ല. ആ ഭഗവാന്റെ മനസ്സിലും ആരുണ്ടാവും? എപ്പോഴും ആ ഭക്തൻ ഉണ്ടാവും. ഒരു സെക്കൻഡ് പോലും ആ ഭക്തന് ഭഗവാനെ പിരിഞ്ഞ് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. എങ്ങനെയാണോ ഒരു മത്സ്യത്തെ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് ഇട്ടാൽ പെടയുന്നത് അല്ലെ? അതേപോലെ ആയിരിക്കും ഒരു ശുദ്ധഭക്തൻ. ഭഗവാനെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു സമയം പോലും ആ ഭക്തന് ഉണ്ടാകില്ല. ഭക്തൻ സദാ ഭഗവാനുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നുവെന്ന് ഇത് അർത്ഥമാക്കുന്നു. ഭഗവത് നാമം, കീർത്തി തുടങ്ങിയവയുമായി ഭഗവാൻ അഭിന്നനാണ്. ഭഗവാന്റെ നാമവും ഭഗവാനും തമ്മില് യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ നാമരൂപ, ഖ്യാതി തുടങ്ങിയവയുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെടുന്നവര് ആരുമായിട്ടാണ് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത്? ഭഗവാനുമായിട്ടാണ് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത്. അതായത് നിരന്തരം ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ആരുമായിട്ടാണ് സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഭഗവാനുമായിട്ടാണ് സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭഗവാനും ഭഗവാന്റെ നാമവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പൊ നമ്മൾ എപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ഭഗവാനും തമ്മിൽ എന്ത് നടക്കാണ്? അവിടെ സംഭാഷണം നടക്കാണ് അല്ലെ? നമ്മളും ഭഗവാനും തമ്മിലൊരു ബന്ധം അവിടെ വരാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഭഗവാനെ നാമം ജപിച്ചുകൊണ്ടിരിക്കാന്ന് വെച്ചാൽ നമ്മള് ഭഗവാനായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. അവിടെ ആര് മാത്രമേ ഉള്ളൂ? നമ്മളും ഭഗവാനും മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഭഗവാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് വഴി എന്താണ്? നമുക്ക് നാമജപാണ്. കാരണം ഭഗവാനും ഭഗവാന്റെ നാമവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഭഗവാന്റെ നാമം ജപിക്കുമ്പോ നമ്മള് ഇരുന്ന് നാമം ജപിക്കുമ്പോ ഭഗവാൻ നമ്മൾ അടുത്ത് വന്ന് നിന്ന് കേൾക്കുന്ന പറയുന്നത്. അടുത്ത് വന്ന് നിൽക്കും ഭഗവാന്റെ. നമ്മൾ നടന്ന് നാമം ജപിക്കുമ്പോ ഭഗവാൻ നമ്മളെ കൂടെ നൃത്തം ചെയ്യുന്ന പറയുന്നത്. എനിക്കൊരു ഓർമ്മ അങ്ങനെയാണ്, കറക്റ്റായിട്ട് ഓർമ്മ വരുന്നില്ല പെട്ടെന്ന്. അപ്പൊ അങ്ങനെയാ പറഞ്ഞത്. അതായത് ഭഗവാൻ എപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കുമ്പോ നമ്മളുടെ അടുത്ത് ഭഗവാൻ ഉണ്ടാവും എന്നാ പറയുന്നത് ഇരുന്നിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് നാമം ജപിക്കുക. അപ്പോ നമ്മളും ഭഗവാനും തമ്മിലുള്ളൊരു സംഭാഷണമാണ് അവിടെ നടക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ഭഗവാനായിട്ട് നേരിട്ട് നമുക്ക് സമ്പർക്കത്തിൽ ഏർപ്പെടാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വഴി എന്താണ്? ഭഗവാന്റെ നാമം ജപിക്കുക എന്നുള്ളതാണ്. അപ്പൊ എത്രയോ നമ്മൾ നാമം ജപിക്കുന്നു അത്രയും സമയം ഭഗവാൻ നമ്മളെ കൂടെ ഉണ്ടാകും. ഭഗവാൻ കൃഷ്ണന്റെ ആജ്ഞാ നിർവഹണത്തിനായി നിശ്ചയമായും വരുമാനത്തിന്റെ ഭൂരിഭാഗവും 50% കുറയാതെ വിനിയോഗിക്കണം. അപ്പൊ ഭഗവാൻ കൃഷ്ണന്റെ ആജ്ഞാ നിർവഹണത്തിനായിട്ട്, അതായത് ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വരുമാനത്തിന്റെ 50% കുറയാതെ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഭഗവാന്റെ ആജ്ഞാ നിർവഹണത്തിനായിട്ട് ഉപയോഗിക്കണം. മാത്രമല്ല ഭക്തിനിഷ്ഠ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്നതിനായി പ്രഭാഷണങ്ങൾക്കുള്ള സൗകര്യം ഒരുക്കണം. അപ്പൊ അത് മാത്രം ചെയ്താൽ പോരാ, ഭക്തിയെ കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഭാഷണങ്ങൾക്കുള്ള സൗകര്യവും ഒരുക്കണം. സമ്പൂർണ്ണ വിശ്വപ്രപഞ്ചത്തിലും ഭഗവത് നാമരൂപ ഗുണ ലീല കീർത്തനങ്ങളിലും യശപ്രഖ്യാപന വർണ്ണനാ പ്രചാരണങ്ങളിലും നിരന്തരം വ്യാപൃതരായിരിക്കുന്ന ഒരു ഭക്തനേക്കാളും പ്രിയപ്പെട്ടവനായി ആരും തന്നെയില്ലെന്ന് ഭഗവാൻ സ്പഷ്ടമായി അരുളി ചെയ്തിരുന്നു.
ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ, സമ്പൂർണ്ണ വിശ്വപ്രപഞ്ചത്തിലും ഭഗവാന്റെ നാമം, രൂപം, ഗുണം, ലീലകള്, യശസ് ഇതൊക്കെ പ്രചരിപ്പിക്കുന്നതിനേക്കാളും പ്രിയപ്പെട്ട ഒരു ഭക്തൻ, ആ ഭക്തനേക്കാളും പ്രിയപ്പെട്ടവനായിട്ട് വേറെ ആരും തന്നെ ഇല്ല എന്നുള്ളത് ഭഗവാൻ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. ഭഗവത് ആജ്ഞാ നിർവഹണത്തിന് ഭൗതിക ലോകത്തിലെ ശാസ്ത്രീയ ആവിഷ്കാരങ്ങളെയും സമാനമായി നിയുക്തമാക്കാൻ സാധ്യമാണ്. അപ്പൊ ഭഗവാന്റെ ആജ്ഞാ നിർവഹണത്തിന് ഭൗതിക ലോകത്തിലെ എല്ലാ ശാസ്ത്രീയ ആവിഷ്കാരങ്ങളെയും സമാനമായി നിയുക്തമാക്കാനായിട്ട് സാധ്യം. അപ്പൊ ഭഗവാന്റെ ആജ്ഞകൾ നിർവഹിക്കാനായിട്ട് നമ്മൾ ഈ ഭൗതിക ലോകത്തിലുള്ള ശാസ്ത്രീയ ആവിഷ്കാരങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഭഗവത് ഭക്തരുടെ മധ്യേ ഭഗവത്ഗീത സന്ദേശങ്ങളെ പ്രഭാഷിക്കണമെന്ന് ഭഗവാൻ കാംക്ഷിക്കുന്നു. അപ്പൊ ഭഗവാന്റെ ഭക്തന്മാരുടെ മധ്യേ ഭഗവത്ഗീത സന്ദേശങ്ങള് പ്രഭാഷിക്കണമെന്നാണ് ഭഗവാൻ കാംക്ഷിക്കുന്നത്. അപ്പൊ ഭഗവാൻ പറയുന്നത് എന്താണ്? എപ്പോഴും ഭഗവാന്റെ ഭക്തന്മാരുടെ മുന്നിലായിരിക്കണം ഭഗവത്ഗീത സന്ദേശങ്ങള് പറയേണ്ടത്. നമുക്കറിയാം അല്ലെ, നമ്മള് നാമാപരാധത്തിൽ പറയുന്നുണ്ട്, ഭക്തി ഇല്ലാത്തവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല, ഭഗവാന്റെ നാമത്തിന്റെ ഗുണങ്ങളെ കുറിച്ചോ ഒന്നും അവിശ്വാസിയായ ഒരു ഭക്തനോട് നമ്മൾ പറയാൻ പാടില്ല. എന്നാൽ അവിശ്വാസിയായ ഒരു വ്യക്തിയോട് ഭഗവാന്റെ നാമ മഹാത്മ്യങ്ങളെ കുറിച്ച് പറയരുതെന്ന്. അപ്പൊ എപ്പോഴും നമ്മൾ ഭഗവാനെ കുറിച്ച് പറയേണ്ടത് ആരുടെ അടുത്താണ്? ഭക്തന്മാരുടെ ഇടയിൽ, ഭഗവാന്റെ ഭക്തന്മാരുടെ മധ്യത്തിലായിരിക്കണം നമ്മൾ പറയേണ്ടത്. ദയാലുത്വം, വിദ്യാഭ്യാസം തുടങ്ങിയ പ്രത്യയങ്ങളില്ലാത്തവരുടെ മധ്യേ ഇവയെ പ്രഭാഷിക്കരുത്. ദയ ഇല്ലാത്തത്, വിദ്യാഭ്യാസം തുടങ്ങിയ വിദ്യാഭ്യാസം എന്ന് ഉദ്ദേശിക്കുന്നത് ഭൗതികമായ മെറ്റീരിയൽ, നമ്മളെ ഭൗതികമായ വിദ്യാഭ്യാസമല്ല, മെറ്റീരിയൽ വേൾഡിൽ നമ്മളിപ്പോ പഠിക്കുന്ന വിദ്യാഭ്യാസമല്ല. എന്താണ് ആ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്? ഭഗവാനെ കുറിച്ചുള്ള അറിവ്. തുടങ്ങിയ പ്രത്യയങ്ങളില്ലാത്തവരുടെ മധ്യേ ഇവയെ പ്രഭാഷിക്കരുത്. ആകയാൽ തൽപരരല്ലാത്ത വ്യക്തികളെ ഭഗവത് ഭക്തരായി പരിവർത്തനം നടത്താനുള്ള ഉദ്യമം അവിരാമമിടണം. അപ്പൊ അങ്ങനെ നമ്മൾ എന്താ പറഞ്ഞത്? ആകയാൽ അതുകൊണ്ട് എന്ത് ചെയ്യണം? താല്പര്യമില്ലാത്ത വ്യക്തികളെ ഭഗവത് ഭക്തന്മാരായിട്ട് പരിവർത്തനം നടത്താനുള്ള ഉദ്യമത്തിന് നമ്മള് അവിരാമം ഇടണം, നമ്മളത് അവസാനിപ്പിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലഘു പ്രക്രിയ ശ്രീ ചൈതന്യ മഹാപ്രഭു അഭ്യസിപ്പിച്ചിട്ടുണ്ട്. അതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലഘു പ്രക്രിയ ചൈതന്യ മഹാപ്രഭു അഭ്യസിപ്പിച്ചിട്ടുണ്ട്. അതീന്ദ്രിയ സന്ദേശ അധ്യായനങ്ങളെ പ്രചരിപ്പിക്കാനായി ഗാനാലാപം, നൃത്തം, ലഘുഭക്ഷണം തുടങ്ങിയ നൂതനവും ലഘുവായതുമായ മാർഗം പ്രഭു അഭ്യസിപ്പിച്ചു. അപ്പൊ അതിനായിട്ട് ചെയ്തത് എന്താണ്? ഫസ്റ്റ് ഗാനാലാപം, നൃത്തം, ലഘുഭക്ഷണം, 3 കാര്യങ്ങൾ അല്ലെ. ഫസ്റ്റ് എന്താണ് അവിടെ? കീർത്തനങ്ങൾ ഉണ്ടാകുക, പിന്നെ നൃത്തം വെക്കുക. കാരണം എല്ലാവരും ആ കീർത്തനങ്ങളിൽ ലയിച്ചിട്ട് നൃത്തം വെക്കുക, പിന്നെ ലഘുഭക്ഷണം. സ്വാഭാവികമായിട്ട് എന്താണ് ആ ഭക്ഷണം? നമ്മള് ശ്രീല പ്രഭുപാദർ ആദ്യമായിട്ട് അമേരിക്കൻ ഐക്യനാടുകളിൽ പോയപ്പോ, കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാനായിട്ട് പോയപ്പോ അദ്ദേഹം അവിടെ എന്താ ചെയ്തത്? അവിടെ ഭക്ഷണമാണ് ഉണ്ടാക്കിയത്. ചെറിയ ചെറിയ പറ്റുന്ന പോലെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോ ആ ഭക്ഷണം കഴിക്കാനായിട്ട് ആര് വരും? അവിടുത്തെ ഹിപ്പികൾ വരും, അവിടെ ഉള്ളവർ വരും. അപ്പൊ അവർക്ക് ആ പ്രസാദത്തിനോട് അവർക്ക് ആകർഷണം വന്നു. ഭഗവാൻ ഓഫർ ചെയ്ത പ്രസാദമാണ് കൊടുക്കുന്നത്. ആ പ്രസാദത്തിനോട് ആകർഷണം വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവരും എന്താണ്? ആദ്യം ആ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വരും. പിന്നെ അവർക്ക് എന്ത് തോന്നി തുടങ്ങും അതിനോട്? അവരെ പ്രസാദമാണ് അവർ കഴിക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ഇതിനോടൊരു രുചി വന്നു തുടങ്ങും, ആ സങ്കീർത്തനത്തിനോടും ആ നൃത്തത്തിനോടും. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അവരെന്ത് വരും? അതിലേക്ക് ആകർഷണം ഉണ്ടാകും. അപ്പൊ അതിന് ചൈതന്യ മഹാപ്രഭു അഭ്യസിച്ച ഒരു കാര്യമായിരുന്നത് ഗാനാലാപം, നൃത്തം, ലഘു സംഭാഷണം. നമുക്കറിയാം, നമ്മളിപ്പോ നാട്ടിലുള്ള സെന്ററിലും മുഴുവൻ എന്താ ചെയ്യുന്നത്? ഇത് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാവരും ഇസ്കോന്റെ സെന്ററിൽ പ്രസാദം, എല്ലാവരും പറയുന്നതാണ് ഇസ്കോൺ സെന്ററിലെ പ്രസാദത്തിനെ കുറിച്ച്. കാരണം ആ പ്രസാദമാണ് ഫസ്റ്റ് പറയുന്നത്. നമ്മൾ നൃത്തത്തിനേക്കാളും പിന്നെ ഗാനാലാപനത്തെക്കാളും, അതായത് കീർത്തനത്തെക്കാളും മെയിനായിട്ട് ഫസ്റ്റ് പറയുന്നതാണ് പ്രസാദത്തെ കുറിച്ചാണ്. കാരണം ശ്രീല പ്രഭുപാദർ തുടങ്ങി വെച്ചത് ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും എല്ലാ സെന്ററുകളിലും പോകുന്നത്. കാരണം നമ്മളെ ആകർഷിപ്പിക്കാനായിട്ട്, സാധാരണ മനുഷ്യരെ ആകർഷിപ്പിക്കാൻ എന്തൊക്കെയാണ് നമുക്ക് സാധിക്കും, ആ രീതിയിലാണ് അത് ചെയ്യുന്നതെന്ന് മാത്രം. ആ വിധത്തിൽ നമ്മുടെ വരുമാനത്തിന്റെ 50% ഈ ആവശ്യങ്ങൾക്കായി ചെലവഴിക്കപ്പെടുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ വരുമാനത്തിന്റെ 50% ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കായിട്ട് ചെലവഴിക്കപ്പെടുന്നു. ഇത് 50% നീക്കി വെച്ചത് ഇത് പറഞ്ഞത് ആരാണെന്ന് ഓർമ്മയുണ്ടോ? നമുക്ക് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഹരേ കൃഷ്ണ. എന്തിലാ പഠിച്ചിട്ടുള്ളത്? ഉപദേശാമൃത
അതെ, അവിധത്തിൽ നമ്മുടെ വരുമാനത്തിന്റെ 50% ഈ ആവശ്യങ്ങൾക്കായി ചെലവഴിക്കപ്പെടുന്നു. ഈ രീതി ശ്രീ ചൈതന്യ മഹാപ്രഭുവിനാൽ അഭ്യസിക്കപ്പെട്ടതാകയാൽ ചെകുത്താന്റെ ആസ്ഥാനമായ ഈ നരകം ഭഗവാന്റെ അതീന്ദ്രിയ ധാമമായി പരിവർത്തനം ചെയ്യപ്പെടുമെന്നതിന് പരിപൂർണ നിശ്ചയമുണ്ട്. അപ്പൊ മഹാപ്രഭു ചെയ്ത ഈ ഒരു മഹാപ്രഭുവിനാൽ അഭ്യസിക്കപ്പെട്ടതായതുകൊണ്ട് തന്നെ ചെകുത്താന്റെ ആസ്ഥാനമായിട്ടുള്ള ഈ ഒരു നരകം അത് എന്തായിട്ട് മാറും? ഭഗവാന്റെ അതീന്ദ്രിയ ധാമമായി പരിവർത്തനം ചെയ്യപ്പെടുമെന്നതിന് പരിപൂർണ നിശ്ചയമുണ്ട്. അപ്പൊ അത് എന്തായിട്ട് മാറും? പയ്യെ പയ്യെ അത് ഭഗവാന്റെ അതീന്ദ്രിയ ധാമമായിട്ട് മാറുമെന്ന് നിശ്ചയിക്കാം നമുക്ക്. നല്ല ഗാനാലാപനങ്ങളും നൃത്തങ്ങളും ലഘുഭക്ഷണവും എല്ലാം ലഭ്യമാകുന്ന ഈ സമ്മേളനത്തിൽ പങ്കുകൊള്ളാൻ ആർക്കും വിസമ്മതം ഉണ്ടാകുകയില്ല. കാരണം നല്ല ഭക്ഷണവും അതുപോലെ തന്നെ നല്ല നൃത്തങ്ങളും ഗാനാലാപനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും എന്തുണ്ടാവും? എല്ലാവർക്കും അതിൽ പങ്കുകൊള്ളാനായിട്ട് ഒരിക്കലും വിസമ്മതം ഉണ്ടാകുന്നില്ല. അത്തരം ഒരു സമ്മേളനത്തിൽ എല്ലാവരും പങ്കെടുക്കുകയും സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുന്ന അങ്ങനത്തെ ഉള്ള ഒരു സമ്മേളനത്തിൽ ഇപ്പൊ നമുക്കും അറിയാലോ, നമുക്കൊരു ടെൻഷൻ ഇല്ലാത്തൊരു സ്ഥലത്ത് കുറച്ച് സമയം നമുക്ക് എല്ലാം മറന്നിരിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും അവിടെ പോകും. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മൾ എല്ലാവരും അവിടെ പോകും. നമ്മളെ സൺഡേ സത്സംഗത്തിൽ മാതാജി പറയുണ്ടായിരുന്നില്ലേ, ക്ലാസ്സിൽ കയറുമ്പോ ചോദ്യം ചോദിക്കും, നമുക്ക് പരീക്ഷ എഴുതണം, ഇത് കീർത്തനവും കേട്ട് കഥയും കേട്ട് നമുക്ക് ഇരുന്നാൽ മതി. കാരണം ആ 1 മണിക്കൂർ നമുക്ക് എന്താണ്, വേറെ ഒന്നിനെ കുറിച്ചും ചിന്തയില്ല. നമ്മൾ കീർത്തനങ്ങൾ കേൾക്കുന്നു, കഥ കേൾക്കുന്നു, വേറെ ഒന്നും നമുക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രോഗ്രാമിൽ എല്ലാവരും പങ്കെടുക്കും. അത്തരത്തിൽ സമ്മേളനത്തിൽ എല്ലാവരും പങ്കെടുക്കുകയും ഭഗവാന്റെ അതീന്ദ്രിയ സാന്നിധ്യം അനുഭവിച്ചറിയുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും എന്ത് കിട്ടാണ്? ആ ഒരു അതീന്ദ്രിയ സാന്നിധ്യം അനുഭവിച്ചറിയാൻ സാധിക്കും. അവിടെ ഉള്ളവരെല്ലാം ഭഗവാന്റെ ഭക്തന്മാരായിരിക്കും. അപ്പൊ ഭക്തന്മാരെല്ലാവരും കൂടുമ്പോ തന്നെ അവിടെ എന്താണ്, ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അതാണ് സത്സംഗം എന്ന് പറയുന്നത്. സത്സംഗത്തിന്റെ പ്രത്യേകത എന്താണ്? സത്സംഗത്തിൽ എല്ലാവരും ഭഗവാനെ കുറിച്ച് മാത്രം പറയുന്നതായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം, അല്ലാതെ വേറെ നമ്മളൊന്നും പറയുന്നുണ്ടാവില്ല. വേറെ ഒരു വിഷയവും അവിടെ വരുന്നില്ല. ഭഗവാന് മാത്രമായിരിക്കും നമ്മളെ അവിടുത്തെ സംസാരം എല്ലാവരും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്ത് കിട്ടാണ്? ഭയങ്കര ആനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കും. ഭഗവാനുമായി സമ്പർക്കപ്പെടാൻ സേവകനെ സഹായിക്കുന്നത് കേവലം ഇത് മാത്രമാണ്. അപ്പോ ഭഗവാനുമായിട്ട് സമ്പർക്കപ്പെടാനായിട്ട് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സേവകനെ സഹായിക്കുന്നത് ഇത് മാത്രമാണ്. അപ്രകാരം ആത്മീയ സാക്ഷാത്കാരത്തോളം ഭക്തൻ സ്വയം പരിശുദ്ധനാകുന്നു. ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അറിയാതെ തന്നെയാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? പരിശുദ്ധി വന്നു പോകുന്നത്. ഭക്തൻ സ്വയം പരിശുദ്ധനായിട്ട് മാറാണ് ചെയ്യുന്നത്. സർവ്വവിധങ്ങളായ ലൗകിക അഭിവാഞ്ചകളിൽ നിന്നും അലോദിഷ്ട കർമ്മങ്ങളിൽ നിന്നും ഭഗവത് ഗുണത്തെ കുറിച്ചുള്ള ശുഷ്കമായ ഊഹാപോഹങ്ങളിൽ നിന്നും പരിപൂർണമായും സ്വതന്ത്രമായ ഒരു ശുദ്ധഭക്തന്റെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ അവ നിർവഹിക്കുകയാണ് ആത്മീയ കർമ്മങ്ങൾ വിജയകരമായി അനുഷ്ഠിക്കുന്നതിനുള്ള ഏക വ്യവസ്ഥ. ഇപ്പൊ നമ്മുടെ ആത്മീയ കർമ്മങ്ങള്, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കർമ്മങ്ങളെല്ലാം നിർവഹിക്കാൻ വിജയകരമായിട്ട് അനുഷ്ഠിക്കുന്നതിനുള്ള ഒരു ഏക വഴി എന്താ പറയുന്നത്? എല്ലാ ലൗകിക അഭിവാഞ്ചകളിൽ നിന്നും ലൗകികമായിട്ടുള്ള ആഗ്രഹങ്ങള്, പിന്നെ ഫലോദിഷ്ട കർമ്മങ്ങള്, പിന്നെ ഭഗവാന്റെ ഗുണത്തെ കുറിച്ചുള്ള ശുഷ്കമായ ഊഹാപോഹങ്ങള്, ഇതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടും സ്വതന്ത്രനായിട്ടുള്ള ഒരു ശുദ്ധ ഭക്തന്റെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ നമ്മൾ എന്ത് ചെയ്യുക? പരിശീലിക്കുക. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും എന്തെത്തും? ആത്മീയ കർമ്മങ്ങൾ വിജയകരമായി അനുഷ്ഠിക്കാനായിട്ട് സാധിക്കും. ഭഗവത് പ്രകൃതിയെ ആരും തന്നെ സ്ഫുടീകരിച്ചിട്ടില്ല. സവിശേഷമായി ഭഗവത്ഗീതയിൽ സ്വയം ഭഗവാനും സാമാന്യമായി മറ്റുള്ള വേദസാഹിത്യങ്ങളും ഈ വസ്തുതയെ മുമ്പ് തന്നെ പ്രസ്താവിച്ചിരിക്കുന്നു. ഭഗവത് ആജ്ഞകളെ അനുവർത്തിക്കുകയും അവയെ സമ്പൂർണമായി സ്വീകരിക്കുകയുമേ നാം ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആകെ ഭഗവാന്റെ ആജ്ഞകൾ സ്വീകരിക്കുക, അതിനെ സമ്പൂർണമായിട്ട് സ്വീകരിക്കുക, അനുസരിക്കുക. അത് മാത്രമേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. അത് നമ്മളെ പരിപൂർണതയുടെ പാതയിലേക്ക് നയിക്കും. അതല്ലാതെ നമ്മള് വേറെ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? ഭഗവാന്റെ ആജ്ഞകൾ അനുസരിക്കുന്നു, അതിനെ സ്വീകരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ അതെന്തിലേക്ക് നയിക്കും? പരിപൂർണതയുടെ പാതയിലേക്ക് നയിക്കും. ഒരാൾക്ക് സ്വന്തം സിദ്ധാന്തത്തിൽ ഉറച്ചു നിൽക്കാം. വിശേഷിച്ചും ബഹുവിധ ക്ലേശങ്ങളാൽ സമൃദ്ധമായ ഒരു യുഗത്തിൽ ആർക്കും തങ്ങളുടെ അവസ്ഥയെ മാറ്റാൻ സാധ്യമല്ല. ഭഗവാനുമായി താതാത്മ്യം പ്രാപിക്കുക എന്ന ശുഷ്കമായ ഊഹാപോഹത്തെ ലക്ഷീകരിക്കുന്ന അനുഷ്ഠാനത്തെ ഉപേക്ഷിക്കണം എന്നതാണ് ഏക വ്യവസ്ഥ. അപ്പൊ ഒരാൾക്ക് സ്വന്തം സിദ്ധാന്തത്തിൽ ഉറച്ചു നിൽക്കാം. വിശേഷിച്ചും എന്താണ്? പല വിധത്തിലുള്ള ക്ലേശങ്ങൾ കൊണ്ട് ഈ യുഗത്തിൽ ആർക്കും എന്ത് സാധിക്കുന്നില്ല? തങ്ങളുടെ അവസ്ഥ മാറ്റാനായിട്ട് ആർക്കും അവരവരുടെ അനുഭവിക്കുന്ന അവസ്ഥ മാറ്റാൻ ആർക്കും സാധ്യമല്ല. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഭഗവാനുമായിട്ട് താതാത്മ്യം പ്രാപിക്കുക.
ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ സ്വാഭാവികമായിട്ടും നമ്മൾ എന്തായി മാറും? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവുന്നില്ല? ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നില്ല. എല്ലാതും ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? ഭഗവാൻ സമർപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫലങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്തുണ്ടാവുന്നില്ല? ക്ലേശങ്ങളില്ല, വിഷമങ്ങളില്ല, നമുക്ക് ഉത്കണ്ഠകളൊന്നും വരുന്നില്ല. ഭഗവാനുമായി താതാത്മ്യം പ്രാപിക്കുക എന്ന ശുഷ്കമായ ഊഹാപോഹത്തെ ലക്ഷീകരിക്കുന്ന അനുഷ്ഠാനത്തെ ഉപേക്ഷിക്കണം എന്നതാണ് ഏകവ്യവസ്ഥ. അത്തരം അഹങ്കാര ഗർവുള്ള പൊള്ളയായ സ്വയം ശ്രേഷ്ഠതാഭാവത്തെ ഉപേക്ഷിച്ച ശേഷം വിനയാധിക്യത്തോടെ ഭഗവത്ഗീത അഥവാ ഭാഗവതത്തിലെ ഭഗവത് ആജ്ഞകളെ മുകളിൽ പ്രസ്താവിച്ച യോഗ്യതകളുള്ള ഉത്തമ വിശ്വാസ യോഗ്യനായ യഥാർത്ഥ ഭക്തന്റെ അധരങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. അത് സർവ്വതിനെയും നിസ്സന്ദേഹം വിജയപ്രദമാക്കും. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഭഗവത്ഗീത ഭാഗവതത്തിലെ ഭഗവാന്റെ ആജ്ഞകള് മുകളിൽ പ്രസ്താവിച്ച യോഗ്യതകളുള്ള, അതായത് ഒരു ഉത്തമ ഭക്തന്റെ അല്ലെങ്കിൽ ഉത്തമ യോഗിയുടെ വിശ്വാസയോഗ്യനായിട്ടുള്ള ഒരു യഥാർത്ഥ ഭക്തന്റെ അധരങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. ഒരു വിശ്വാസനായിട്ടുള്ള ഗുരുപരമ്പരയിലൂടെ വന്നിരിക്കുന്ന ആ ഒരു വ്യക്തിയിൽ നിന്നായിരിക്കണം നമ്മൾ എന്ത് സ്വീകരിക്കണം? അങ്ങനെ ഒരു ആചാര്യയിൽ നിന്നായിരിക്കണം നമ്മൾ ഭഗവാനെ കുറിച്ചുള്ള കഥകളും നാമങ്ങളും രൂപങ്ങളും എല്ലാം സ്വീകരിക്കേണ്ടത്. അത് സർവ്വതിനെയും നിസ്സന്ദേഹം വിജയപ്രദമാക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്തുറപ്പാണ്? വിജയം ഉറപ്പാണ്. പറഞ്ഞ ചെറുതാണ്, അതുകൊണ്ട് എടുക്കാം നമുക്ക്. ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രത്യുപ്ന അനിരുദ്ധായ നമഃ സംഘർഷണായ ച. ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രത്യുപ്ന അനിരുദ്ധായ നമഃ സംഘർഷണായ ച. ചൊല്ലിക്കോളൂ. ഭഗവതേ വാസുദേവായ ധീമഹി വാസുദേവായ നമഃ സംഘർഷണായ ച. ഹരേ ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രത്യുപ്നാനിരുദ്ധായ നമഃ സംഘർഷണായ ച. ഓ ഭഗവാന്റെ അതീന്ദ്രിയ യശസ്സിനെ ജപിക്കുന്നതിനുള്ള സംജ്ഞ. നമ ഭഗവാനെ പ്രണമിക്കുന്നു. ഭഗവതേ പരമദിവ്യോത്തമ പുരുഷന്. തുഭ്യം അങ്ങേക്ക്. വാസുദേവായ ഭഗവാൻ വാസുദേവന്, വാസുദേവ സുതന്. ധീമഹി ഭഗവാന്, അതായത് വാസുദേവ സുതന്. ധീമഹി നമുക്ക് ജപിക്കാം. പ്രത്യുപ്നായ അനിരുദ്ധായ സംഘർഷണായ വാസുദേവന്റെ പൂർണ്ണാംശങ്ങൾ. നമ സാദര പ്രണാമങ്ങൾ. ച വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവാന്റെ പൂർണ്ണാംശ വിസ്തരണങ്ങളായ പ്രത്യുപ്നൻ, അനിരുദ്ധൻ, സംഘർഷൻ എന്നിവരടക്കം വാസുദേവന്റെ മഹാത്മ്യങ്ങളെ നമുക്ക് ഏവർക്കും ജപിക്കാം. അപ്പോ ഭഗവാന്റെ ആദ്യത്തെ വിസ്തരണങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. ഫസ്റ്റത്തെ ഭഗവാന്റെ വിസ്തരണമാണ് വരുന്നത്. ഫസ്റ്റ് തന്നെ വരുന്നത് ആരാണ്? ബലരാമൻ. ഭഗവാന്റെ ഓർമ്മയില്ലേ? ചാർട്ടിൽ പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആരെയും പറയണത്? ബലരാമൻ. പിന്നെ ആ ബലരാമനിൽ നിന്ന് 4 ചതുർവ്യൂഹങ്ങൾ ഉണ്ടാകുന്നതാണ് ആര്? പ്രത്യുപ്നൻ, അനിരുദ്ധൻ, സംഘർഷണ, വാസുദേവൻ എന്ന് പറയുന്നത്. 4 ചതുർവ്യൂഹങ്ങൾ വരുന്നതാണ്. ആ ചാർട്ടില് ഒരു പ്രാവശ്യം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. വൈഭവ പ്രകാശ വൈഭവ പ്രകാശനും പിന്നെ തന്നെ സംഘർഷണനെന്ന് കാരണോദകശായ വിഷ്ണു. അത് ലാസ്റ്റ് മാതാജി ഫസ്റ്റത്തെ പറയുന്നത്. ഇപ്പൊ നമ്മള് പറഞ്ഞിട്ടുണ്ടെങ്കില് ഫസ്റ്റ് ഭഗവാൻ കൃഷ്ണൻ എന്നുള്ള ആദ്യത്തെ രൂപവിസ്തരണമാണ് ആര്? ബലരാമൻ. ബലരാമനിൽ നിന്ന് 4 ചതുർവ്യൂഹങ്ങൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? അതാണ് പ്രദ്യുപ്നൻ, അനിരുദ്ധൻ, സംഘർഷണൻ, വാസുദേവൻ എന്ന് പറയുന്നത്. ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് മാതാജി. മാതാജിയോട് പറയുന്ന ഓർമ്മയിലാണ്. ഇല്ല മാതാജി. പ്രകാശനും വാസുദേവൻ. അതെ, പ്രകാശനും പ്രഭവ പ്രകാശനും 2 അല്ലെ? ഓർമ്മയുണ്ട് അല്ലെ? അപ്പൊ അതിലാണ് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞത് 4 ചതുർവ്യൂഹങ്ങള്. പ്രത്യുപ്നൻ, അനിരുദ്ധൻ, സംഘർഷണൻ, പിന്നെ വാസുദേവൻ.
അപ്പൊ നമുക്ക് നോക്കാം. ഭാവാർത്ഥം. പഞ്ചരാത്രം അനുസരിച്ച് പരമദിവ്യോത്തമ പുരുഷന്റെ സർവ്വവിസ്തരണങ്ങൾക്കും ആദി കാരണം നാരായണനാകുന്നു. അപ്പൊ പഞ്ചരാത്രം അനുസരിച്ച് എങ്ങനെയാണ്? പരമദിവ്യോത്തമ പുരുഷന്റെ സർവ്വവിസ്തരണങ്ങൾക്കും ആദി കാരണം ആരാണ്? നാരായണനാണ്. വാസുദേവനും സംകർഷണനും പ്രദ്യുമ്നനും അനിരുദ്ധനും ഒക്കെ വിസ്തരണങ്ങളിൽ ഉൾപ്പെടുന്നു. അപ്പൊ ഈ 4 പേരും, വാസുദേവനും സംകർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, ഇവരൊക്കെ എന്താണ്? വിസ്തരണങ്ങളില് ഉൾപ്പെടുന്നവരാണ്. വാസുദേവനും സംകർഷണനും മധ്യത്തിൽ ഇടത്തും വലത്തുമായി, പ്രദ്യുമ്നൻ സംകർഷണന്റെ വലത്ത്, അനിരുദ്ധൻ വാസുദേവന്റെ ഇടത്ത്. ഇപ്രകാരം 4 ദൈവതങ്ങളും സ്ഥാപിതമായിരിക്കുന്നു. അപ്പൊ ഓരോരുത്തരുടെ സ്ഥാനം എവിടെയാണ് പറയുന്നത്? വാസുദേവനും സംകർഷണനും എവിടെയാണ്? മധ്യത്തില് ഇടത്തും വലത്തുമായിട്ടാണ് വാസുദേവനും സംകർഷണനും ഉള്ളത്. പ്രദ്യുമ്നൻ സംകർഷണന്റെ വലത്ത് സൈഡിലാണ് ആര്? പ്രദ്യുമ്നൻ ഇരിക്കുന്നത്. അനിരുദ്ധൻ വാസുദേവന്റെ ഇടത്ത്. അങ്ങനെയാണ് വരുന്നത്. ഇപ്രകാരം 4 ദൈവതങ്ങളും സ്ഥാപിതമായിരിക്കുന്നു. അവരെ ഭഗവാന്റെ സഹായകർത്താക്കളും രഹസ്യകാര്യദർശികളുമായി വിശേഷിപ്പിക്കുന്നു. അപ്പൊ ഇവരാരാണ്? ഭഗവാന്റെ സഹായകർത്താക്കളാണ്, സഹായിക്കുന്നവരാണ്. ഒപ്പം തന്നെ രഹസ്യ കാര്യദർശികളുമായിട്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ രഹസ്യ കാര്യങ്ങളൊക്കെ ഭഗവാന് പറഞ്ഞു കൊടുക്കുന്നൊക്കെ ആരാണ്? ഇവരാണ്. ഓംകാര പ്രണവത്തിൽ ആരംഭിക്കുന്ന വേദശ്ലോകമാണിത്. അപ്പൊ ഈ ശ്ലോകത്തിന്റെ പ്രത്യേകത അതാണ് അല്ലെ. ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി. ഓംകാര പ്രണവത്തിൽ ആരംഭിക്കുന്ന വേദശ്ലോകമാണിത്. അപ്രകാരം ഓം നമോ ധീമഹി തുടങ്ങിയ അതീന്ദ്രിയ ജപപ്രക്രിയയിൽ മന്ത്രത്തെ അംഗീകൃതമാക്കിയിരിക്കുന്നു. നിയാമകമായി പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ അതീന്ദ്രിയ സാക്ഷാത്കാരത്തെ ലക്ഷ്യമാക്കാത്ത യാതൊരു ഫലോദിഷ്ട കർമ്മ വ്യവഹാരത്തെയും പ്രായോഗിക ജ്ഞാന തത്വശാസ്ത്ര അടിസ്ഥാന നടപടി വിവരണത്തെയും നിഷ്പ്രയോജനമായി കരുതുന്നു. ഉത്തരോത്തരമായ പ്രക്രിയയാൽ സമൃദ്ധമാകുന്ന ഭക്തിര സേവന കർമ്മങ്ങൾ ജീവാത്മാക്കളും ഭഗവാനും തമ്മിലുള്ള ഉറ്റ ബന്ധത്തെ പുഷ്ടിപ്പെടുത്തുന്നു. ഇപ്രകാരം സ്വാനുഭവത്തിൽ നിന്നും ശ്രീ നാരദ മഹർഷി കലർപ്പില്ലാത്ത ഭക്തിര സേവനത്തിന്റെ സവിശേഷതയെ വിശദമാക്കി. അത്തരത്തിലുള്ള ഭഗവത് അതീന്ദ്രിയ ഭക്തിയുടെ ക്രമമായ വികാസ മുന്നേറ്റം ഭഗവാന്റെ പ്രേമയുധ സേവന പ്രാപ്തിയുടെ പരമകോടിയിൽ എത്തിച്ചേരുന്നതിനെ പ്രേമമെന്നും വൈവിധ്യമായ അതീന്ദ്രിയ പ്രേമത്തെ രസമെന്നും വിശേഷിപ്പിക്കുന്നു. ഇപ്പൊ നിയാമകമായി പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ അതീന്ദ്രിയ സാക്ഷാത്കാരത്തെ ലക്ഷ്യമാക്കാത്ത യാതൊരു ഫലോദിഷ്ട കർമ്മ വ്യവഹാരത്തെയും എന്ന് പറയാൻ സാധിക്കും പ്രായോഗിക ജ്ഞാന തത്വശാസ്ത്ര നടപടി വിവരണത്തെയും നിഷ്പ്രയോജനങ്ങളായിട്ട് കരുതാണ്. ഇപ്പൊ എന്താ പറയുന്നത്? ഭഗവാന്റെ സാക്ഷാത്കാരം, അതീന്ദ്രിയ സാക്ഷാത്കാരത്തെ ലക്ഷ്യമാക്കാത്ത എല്ലാ കർമ്മങ്ങളും എങ്ങനെയുള്ളതായിരിക്കും? നിഷ്പ്രയോജനങ്ങളാണെന്ന് പറയാണ്. ഉത്തരോത്തരമായ പ്രക്രിയയാൽ സമർത്ഥമാകുന്ന ഭക്തിര സേവന കർമ്മങ്ങൾ ജീവാത്മാക്കളും ഭഗവാനും തമ്മിലുള്ള ഉറ്റ ബന്ധത്തെ പുഷ്ടിപ്പെടുത്തുന്നു. അപ്പോ ഉത്തരോത്തരമായിട്ടുള്ള പ്രക്രിയയാൽ സമൃദ്ധമാകുന്ന ഭക്തിര സേവന കർമ്മങ്ങൾ, നേരെ മറിച്ച് ഭക്തിര സേവന കർമ്മങ്ങളാണെങ്കിൽ അതെന്താണ് സംഭവിക്കുന്നത്? ജീവാത്മാക്കളും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തെ അത് പുഷ്ടിപ്പെടുത്താണ് ചെയ്യുന്നത്. ഇപ്രകാരം സ്വന്തം അനുഭവത്തിൽ നിന്നും ശ്രീ നാരദ മഹർഷി കലർപ്പില്ലാത്ത ഭക്തിര സേവനത്തിന്റെ സവിശേഷത വിശദമാക്കി. അപ്പൊ ഇപ്രകാരം മഹർഷി എന്താണ് പറഞ്ഞത്? കലർപ്പില്ലാത്ത ഭക്തിര സേവനത്തിന്റെ സവിശേഷത നമുക്ക് മനസ്സിലാക്കി തന്നു. അത്തരത്തിലുള്ള ഭഗവത് അതീന്ദ്രിയ ശക്തിയുടെ ക്രമമായ വികാസ മുന്നേറ്റം ഭഗവാന്റെ പ്രേമയുധ സേവന പ്രാപ്തിയുടെ പരമകോടിൽ എത്തിച്ചേരുന്നതിനെ പ്രേമമെന്നും വൈവിധ്യമാർന്ന അതീന്ദ്രിയ പ്രേമത്തെ രസമെന്നും വിശേഷിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഭഗവാന്റെ അതീന്ദ്രിയ ഭക്തിയുടെ ക്രമമായ വികാസ മുന്നേറ്റം, അപ്പൊ ഭഗവാനോടുള്ള അതീന്ദ്രിയ ഭക്തി അതിങ്ങനെ ക്രമമായിട്ട് വികസിച്ചു വരുന്നതിനനുസരിച്ച് ആ പരമകോടിയിൽ എത്തുമ്പോ അതിനെ നമ്മൾ എന്ത് പറയും? പ്രേമമാകും എന്ന് പറയില്ലേ? അതിന് പ്രേമഭക്തി എന്ന് പറയും നമുക്ക്. പിന്നെ ആ വൈവിധ്യമായ അതീന്ദ്രിയ പ്രേമത്തെ, അപ്പൊ ആ പ്രേമഭക്തി തന്നെ പലതരത്തിലുണ്ട്, അതിനെ രസമെന്നും വിശേഷിപ്പിക്കുന്നു. അത്തരം ഭക്തിര സേവനത്തെ ഫലോദിഷ്ട കർമ്മത്തിന്റെയും അല്ലെങ്കിൽ പ്രായോഗിക ജ്ഞാന തത്വശാസ്ത്രപരമായ ഊഹാപോഹങ്ങളുടെയും സംയുക്ത രൂപത്തിൽ പോലും നിർവഹിക്കപ്പെടുന്നു. അപ്പൊ ഇത്തരം ഭക്തിര സേവനത്തെ ഫലോദിഷ്ട കർമ്മത്തിന്റെ അല്ലെങ്കിൽ പ്രായോഗിക ജ്ഞാന തത്വശാസ്ത്രപരമായ ഊഹാപോഹങ്ങളുടെയും സംയുക്ത രൂപത്തിലും നിർവഹിക്കപ്പെടുന്നു. അപ്പൊ ഈ രീതിയിൽ എത്തിക്കഴിഞ്ഞ എന്താണ്? അത് പ്രായോഗിക ജ്ഞാനത്തിന്റെ തത്വശാസ്ത്രപരമായ ഊഹാപോഹങ്ങളുടെയും സംയുക്ത രൂപത്തിലും ഇതെന്ത് ചെയ്യും? നിർവഹിക്കപ്പെടും. ഫലോദിഷ്ട കർമ്മത്തിന്റെയും പ്രായോഗിക ജ്ഞാന തത്വശാസ്ത്രപരമായ ഊഹാപോഹങ്ങൾ അതിന്റെ സംയുക്ത രൂപത്തിലും ഇത് നിർവഹിക്കപ്പെടും. ഏതിനെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ? ആ പ്രേമം
ഭക്തി അല്ലെങ്കിൽ അതിനേക്കാളും പലതരത്തിലുള്ള പ്രേമഭക്തിയിൽ നമ്മൾ പറഞ്ഞു രാസലീലകളൊക്കെ വരുന്നില്ലേ, ആ രസമെന്നും അതീന്ദ്രിയ പ്രേമത്തെ രസമെന്നും വിശേഷിപ്പിക്കുന്നു. അതിനെ കുറിച്ചാണ് പറയുന്നത്. ആത്മീയ ആചാര്യൻ മുഖാന്തിരം ശ്രീ സൂത ഗോസ്വാമി പ്രാപ്തമാക്കിയ സംപ്രാപ്തിയുടെ രഹസ്യ വിഭാഗത്തെ സംബന്ധിച്ച് ശ്രേഷ്ഠനായ ശൗനക ഋഷിയുടെ നേതൃത്വത്തിലുള്ള മുനിമാർ ഉന്നയിച്ച അന്വേഷണത്തിന് ഉത്തരമായി ഇതിൽ 33 അക്ഷരങ്ങൾ ഉൾപ്പെടുന്ന ഈ ശ്ലോകത്തെ ഉദ്ധരിച്ചുകൊണ്ട് വിശദമാക്കിയിരിക്കുന്നു. അപ്പൊ ഇവിടെ എന്താ പറയണത്? ശ്രീ സൂത ഗോസ്വാമി ആത്മീയ ആചാര്യൻ മുഖാന്തിരം ശ്രീ സൂത ഗോസ്വാമി പ്രാപ്തമാക്കിയ സംപ്രാപ്തിയുടെ രഹസ്യ വിഭാഗത്തെ സംബന്ധിച്ച് ശ്രേഷ്ഠനായ ശൗനക ഋഷിയുടെ നേതൃത്വത്തിലുള്ള മുനിമാരുടെ അന്വേഷണത്തിന് ഉത്തരമായിട്ട് 33 അക്ഷരങ്ങൾ ഉൾപ്പെടുന്ന ഈ ശ്ലോകത്തെ ഉദ്ധരിച്ചുകൊണ്ട് 33 അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ശ്ലോകത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ വിശദമാക്കിയിരിക്കുന്നത്. ഈ മന്ത്രം 4 ദൈവതങ്ങളെയും അഥവാ ഭഗവാനെയും ഭഗവാന്റെ പൂർണ്ണ അംശ വിസ്തരണങ്ങളുടെയും അഭിസംബോധന ചെയ്യുന്നു. അപ്പൊ ഈ മന്ത്രത്തിൽ എന്താണ്? 4 ദൈവതങ്ങളെയും ഭഗവാനെയും അല്ലെങ്കിൽ ഭഗവാനെയും ഭഗവാന്റെ പൂർണ്ണ അംശ വിസ്തരണങ്ങളെയും അഭിസംബോധന ചെയ്യുന്നു. പൂർണ്ണ അധികാരമുള്ള പൂർണ്ണ അംശങ്ങൾ ഭഗവാന്റെ സഹായികളും രഹസ്യകാര്യദർശികളുമാകിയാൽ പരമമായ ആകാരം ഭഗവാൻ ശ്രീകൃഷ്ണന്റേതാകുന്നു. അപ്പൊ ഇവരുടെ ആകാരം ഏതാണ് വരുന്നത്? ഭഗവാന്റേതാണ് ഇവരുടെ ആകാരം വരുന്നത്. പൂർണ്ണ അധികാരമുള്ള പൂർണ്ണാംശങ്ങൾ ഭഗവാന്റെ സഹായികളും രഹസ്യകാര്യദർശികളുമാകിയാൽ പരമമായ ആകാരം ഭഗവാൻ ശ്രീകൃഷ്ണന്റേതാകുന്നു. പരമമായ ആകാരം ഭഗവാൻ ശ്രീകൃഷ്ണന്റേതാകുന്നു. നിർദ്ദേശത്തിന്റെ അതീവ രഹസ്യമായ ഭാഗം എന്നത് പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹാത്മ്യങ്ങളുടെ കൂടെ ഭഗവാന്റെ വ്യത്യസ്ത പൂർണ്ണാംശ വിസ്തരണങ്ങളായ വാസുദേവൻ, സംകർഷണൻ, പ്രത്യുപ്നൻ, അനിരുദ്ധൻ എന്നിവരെ സദാ സ്മരിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുകയാണ്. വിഷ്ണു തത്വം അല്ലെങ്കിൽ ശക്തി തത്വം എന്ന നാമധേയമുള്ള മറ്റെല്ലാ സത്യങ്ങളുടെയും യഥാർത്ഥ വേദപ്രതിഷ്ഠകളാണ് ഈ വിസ്തരണങ്ങൾ. കൂടെ എന്താ പറഞ്ഞത്? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പൂർണ്ണ അംശ വിസ്തരണങ്ങളാണ് എന്ത്? നമ്മൾ ഈ പറഞ്ഞ 4 വിസ്തരണങ്ങളാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? വാസുദേവൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, സംകർഷണൻ. പൂർണ്ണ അധികാരമുള്ള പൂർണ്ണ അംശങ്ങൾ ഭഗവാന്റെ സഹായികളാണ്, രഹസ്യകാര്യദർശികളുമാകിയാൽ പരമമായ ആകാരം. അപ്പൊ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ വിസ്തരണങ്ങളാണ് ഇതെല്ലാം, പൂർണ്ണാംശങ്ങളാണ് ഇതെല്ലാം. നിർദ്ദേശത്തിന്റെ അതീവ രഹസ്യമായ ഭാഗം എന്നത് പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹാത്മ്യങ്ങളുടെ കൂടെ ഭഗവാന്റെ വ്യത്യസ്ത പൂർണ്ണാംശ വിസ്തരണങ്ങളായ വാസുദേവ, സംകർഷണ, പ്രദ്യുപ്ന, അനിരുദ്ധൻ എന്നിവരെ സദാ സ്മരിക്കുകയും ഭഗവാന്റെ പൂർണ്ണ വിസ്തരണങ്ങളായിട്ടുള്ള ഇവരെ സദാ സ്മരിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുകയാണ്. വിഷ്ണു തത്വം അല്ലെങ്കിൽ ശക്തി തത്വം എന്ന നാമധേയത്തിലുള്ള മറ്റെല്ലാ സത്യങ്ങളുടെയും യഥാർത്ഥ ദേവപ്രതിഷ്ഠകളാണ് ഈ വിസ്തരണങ്ങൾ. അപ്പൊ ഇവരെന്ന് പറയുന്നത് എന്താണ്? വിഷ്ണു തത്വം അല്ലെങ്കിൽ ശക്തി തത്വം എന്ന നാമധേയത്തിലുള്ള മറ്റെല്ലാ സത്യങ്ങളുടെയും യഥാർത്ഥ ദേവപ്രതിഷ്ഠകളാണ് ഈ വിസ്തരങ്ങൾ. അപ്പൊ ഇതിൽ നിന്നാണ് ഇനി എന്താ വരുന്നത്? വീണ്ടും അടുത്ത രണ്ടാമത്തെ ഒരു ചതുർവ്യൂഹം വരും. അതിനുശേഷം ആ സംഘർഷണിൽ നിന്ന് പിന്നെയാണ് നമുക്ക് എന്ത് വരുന്നത്? പുരുഷാവതാരങ്ങളും ഒക്കെ വരുന്നത്. പിന്നെ ഭൗതിക ലോകത്തിലേക്ക് വരുന്ന സൃഷ്ടികളൊക്കെ വരുന്നത് അതിൽ നിന്നാണ്. അപ്പൊ 1-2 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഈ കാരണോദകശായ വിഷ്ണു അങ്ങനെ അവരൊക്കെ വരുന്നത്. അപ്പൊ അത് നമുക്ക് ഒന്നും കൂടി ഞാൻ അത് പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടുണ്ടായി തോന്നുന്നു അല്ലെ? ഹരേ കൃഷ്ണ ചാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് കറക്റ്റ് ആയിട്ടത്. മാതാജി പറഞ്ഞു തരാന്ന് പറഞ്ഞായിരുന്നു, ഇന്നലെ പറഞ്ഞില്ല, സമയം കിട്ടുന്നില്ല. അല്ല, നമ്മളെ ഈ ചാർട്ടിലെ ഈ തത്വങ്ങളെ കുറിച്ച് ഹരേ കൃഷ്ണ ഈ വിഷ്ണു പാർഷദന്മാരെന്ന് പറയണത് ഇവരാണോ മാതാജി? വിഷ്ണു പാർഷദ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷ്ണുവിന്റെ സഹായികള്, അതെ, ഇവര് തന്നെയാണല്ലേ? അപ്പൊ ഞാൻ ചോദിച്ചെന്ന് വെച്ചാല് നമ്മൾ ഈ ഗോലോക ചാർട്ടിലെ ഈ ഇതിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടോ? പിന്നെ ഈ വൈഭവ വിലാസം പ്രകാശം പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഉള്ള 4 പേരെ വെച്ചിട്ട് അത് ഓരോരുത്തരെ വെച്ച് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ? ഞാൻ കേട്ടിട്ടില്ല മാതാജി, അറിയില്ല. ഒരു ചാർട്ട് വരച്ചിട്ട് അത് പിന്നെ